ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നില്ല. ഒന്ന്, ശബരിമലയിലെ ഭക്തിയുടെ നിറവ്. മറ്റൊന്ന്, ശബരിമല വിഷയത്തിൽ CPM പ്രതിരോധത്തിലാണ് സ്വർണ്ണക്കവർച്ചയിൽ. ഇതിപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ വിദേശ പണമിടപാടുകൾ നടന്നിട്ടുണ്ടാകാമെന്നാണ് ED സംശയിക്കുന്നത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ എല്ലാ വകുപ്പുകളും EDക്കും അന്വേഷിക്കാവുന്നതാണ്. അന്വേഷണ സാധ്യതകൾ വിശദമാക്കിയുള്ള ED ആഭ്യന്തര ഇന്റലിജൻസ് റിപ്പോർട്ട് ഡയറക്ടർക്ക് കൈമാറി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, നോക്കൂ, ചെറിയ മീനല്ല, വമ്പൻ സ്രാവുകൾ ഇനിയുമുണ്ടോ എന്ന ചോദ്യം ഒരു വശത്ത്. മറ്റൊന്ന്, വിദേശ ഇടപാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കാര്യങ്ങൾ. വിവരങ്ങൾ. തീർച്ചയായിട്ടും ഈ കേസിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ED ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം റാന്നി കോടതിയിൽ ഈ കേസിന്റെ FIRും അതിന്റെ മറ്റു വിശദാംശങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് ED ഒരാവശ്യം റാന്നി കോടതിയിൽ ഉന്നയിച്ചത്. റാന്നി കോടതി അത് അംഗീകരിച്ചില്ല. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള കേസ് ഇത് സംബന്ധിച്ച് EDയുടെ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ പറയുന്നത് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. ഒരു കള്ളപ്പണത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഈ കേസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കള്ളപ്പണത്തിൻ്റെ വിഷയം അന്വേഷിക്കാനുള്ള സാധ്യതയുള്ള ഏജൻസി എന്ന് പറയുന്നത് EDയാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ള സാധ്യത EDക്കുണ്ട്, അവസരം EDക്കുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഇപ്പോൾ ആ കാര്യം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരം എന്ന് പറയുന്നത് ED ഇന്റലിജൻസ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര ഓഫീസിന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേന്ദ്ര ഓഫീസിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്ത് SIT അന്വേഷണം നടത്തുന്ന കേസിൽ ചാർത്തപ്പെട്ടിട്ടുള്ള എല്ലാ വകുപ്പുകളും അത് EDക്കും തന്നെ അന്വേഷിക്കാവുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മോഷണ മുതൽ, അതായത് അവിടുത്തെ പല ഘട്ടങ്ങളിലായി പല സ്വർണ്ണപ്പാളികളെല്ലാം കൊണ്ടുപോയി അത് സ്വർണം വിറ്റ് പണമാക്കി എന്നുള്ളത് ഇതോടകം തന്നെ SITയുടെ കണ്ടെത്തലിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ അതൊരു കള്ളപ്പണത്തിൻ്റെതായിട്ടുള്ള പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കാൻ EDക്കാണ് കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അത്തരത്തിലൊരു EDക്ക് അന്വേഷണ സാധ്യതയുള്ള വകുപ്പുകൾ, അതുപോലെ കേസുകൾ, അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ED ഇന്റലിജൻസ് ആണ്. ED ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്രമായി ED കേസെടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഒരു പക്ഷേ കൂടുതൽ വലിയ മീനുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള ആദ്യഘട്ടം മുതലുള്ള സംശയം കൂടുതൽ പ്രബലമാവുകയാണ്. ED അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. ഈ വിദേശത്തേക്ക് പണം കൈമാറുന്ന അടക്കമുള്ള ഒരു വിദേശ പണമിടപാട് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് EDയുടെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാകുമെന്നുള്ള സംശയം ഹൈന്ദവ സംഘടനകളും ഭക്തജന സംഘടനകളും എല്ലാം ഉന്നയിച്ചിരുന്നു. ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു കേന്ദ്ര ഏജൻസികളും അതുപോലെ തന്നെ ഒരു വിദേശ പണമിടപാടെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്താൻ കഴിയുന്ന, നമുക്കിതോടകം തന്നെ അറിയാം, രാജ്യാന്തര സംഘങ്ങളുമായി ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള സംശയം കോടതിയിലടക്കം ചോദ്യമായി ഉയർന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കാര്യക്ഷമമായി ഈ വലിയ വ്യാപ്തിയിലുള്ള അന്വേഷണം നടത്താൻ ED പോലുള്ള കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കൂ. അങ്ങനെയെങ്കിൽ EDയുടേതായിട്ടുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ്. യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാൻ, അല്ലെങ്കിൽ ഈ ചെറിയ മീനുകളിലേക്ക് ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്ന തരത്തിലുള്ള ചെറിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി പോലുള്ള അത്തരം ചെറിയ ആളുകളിലേക്ക്, ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകും. കൃത്യമായി ആരാണ് ഇതിന് പിന്നിലെന്നും ആർക്കൊക്കെ ഇതിൻ്റെ പങ്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഈ മോഷണ മുതലിൻ്റെ പങ്ക് ആരെല്ലാം പറ്റിയിട്ടുണ്ട് എന്നതെല്ലാം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെങ്കിൽ വൈഡായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതിന് ED ഉള്ളവയ്ക്ക് സാധിക്കൂ എന്നുള്ളതാണ് ഉയർന്നു വന്നിട്ടുള്ള കാര്യം. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ED ഇന്റലിജൻസ് നൽകിയിരിക്കുന്ന, ഇപ്പോൾ കേന്ദ്ര ഓഫീസിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അപ്രകാരമാണ്. ഒരു വിദേശ പണമിടപാടിനുള്ള
നടക്കാനുള്ള സാധ്യതയുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് അന്വേഷിക്കാൻ ED-ക്കാണ് കൂടുതൽ സാധ്യതയും കൂടുതൽ അവസരവുമുള്ളത്. അതുകൊണ്ട് തന്നെ ED അന്വേഷണത്തിന് ED അന്വേഷണം ആരംഭിക്കാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വിദേശ പണമിടപാടുകൾ നടന്നിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് ED. പ്രാഥമികമായൊരു റിപ്പോർട്ട്, അന്വേഷണ സാധ്യതകൾ വിശദമാക്കുന്ന ED ആഭ്യന്തര ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.